Hello. So welcome back to MFavor Learning App. So നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്കണോമിക്സിലെ ആദ്യ മൊഡ്യൂളിൽ വരുന്ന ഒരു ഭാഗമാണ്. മുൻകാലങ്ങളിൽ എക്സാം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിവിധ തരം എന്താ പറയുക മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ്, ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ഗെയിം തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഇതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹായ് ഓൾ. സോ എല്ലാവരും എംഫേവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊള്ളുക. ഓക്കെ, അതായത് നമ്മുടെ ആപ്പിനുള്ളിൽ മാത്സിൻ്റെയൊക്കെ ചില സയൻസ് നിങ്ങൾക്ക് പലരും പല മൊബൈലാണല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില വേർഷൻസ് ഒക്കെ കമ്മിയായിട്ടുള്ള വേർഷൻ ഉള്ള മൊബൈലിലൊക്കെ ചില സയൻസുകളൊന്നും അതേപടി വരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് PDF ആയിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇനി മുതൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മോക്ക് ടെസ്റ്റ്, ഇനി മുതലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാം. എന്തായാലും എക്സാമിന് നല്ല സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ, ഒരുപാട് ഫാസ്റ്റായിട്ട് പോകണ്ട, ഒരു മോഡറേറ്റ് സ്പീഡിൽ തന്നെ പോയി പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഭാഗം നമ്മൾ പഠിക്കുകയാണ്. സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു 2 ലൈൻ ഉണ്ട് നമുക്ക്. പക്ഷെ ഇവിടെ നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഇതിന്റെ റെക്കോർഡിങ്സ് ആപ്പിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ നോട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പലരും നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോട്ടിൽ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ മൊബൈലിൽ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവുമല്ലോ, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആയി കിടക്കും കേട്ടോ. ശരി, അപ്പൊ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് വിവിധ തര മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, പ്രധാനമായിട്ട് 4 മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൃത്യമായിട്ടും പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അല്ല ചുമ്മാ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തെക്കുറിച്ച് വായിച്ച മനഃപ്പാടമാക്കിയിട്ട് ഇത് അതാണ് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. വളരെ ലോജിക് ഉപയോഗിച്ച് ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ടും ചോദിക്കും. ഓക്കെ, സോ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് ഫേംസ് ആൻഡ് ദി ഔട്ട്കംസ് ഫോർ കൺസ്യൂമേഴ്സ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഈ ഒരു ഡെഫിനിഷനിലേക്ക് വീണ്ടും വരാം. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്പർ 1 എന്ന് പറയുന്നത് അവിടെ മെനി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. ഓക്കെ, മെനി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, ആർക്കും ഒരു കുത്തകയും ഇല്ല, ആർക്കും ഒരു മൊണോപോളിയും ഇല്ല. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ക്യാരക്ടറൈസ്ഡ് ബൈ മെനി ഫേംസ് സെല്ലിംഗ് ഐഡന്റിക്കൽ പ്രോഡക്ട്സ് വിത്ത് നോ സിംഗിൾ ഫേം ഇൻഫ്ലുവൻസിങ് ദി മാർക്കറ്റ് പ്രൈസ്. ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ പ്രോഡക്ട്സ് തന്നെയാണ് മിക്കവാറും എല്ലാ ഫേംസും വിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു ടോയ് എന്ന് പറയുന്നത് എല്ലാ കടകളിലും കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരു കടക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോയുടെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്തരത്തിലൊരു പ്രൈസ് ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല. അത്തരത്തിലൊരു പ്രൈസ് ഫിക്സിംഗ് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ 2 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എക്കണോമിക്സിൽ പ്രൈസ് ഫിക്സിംഗ് എന്ന് പറയുന്നൊരു ടേമും ഉണ്ട്, പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റുമുണ്ട്. പ്രൈസ്
ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് ആണ് ഈ പറയുന്ന പ്രോഡക്ട്സുകളുടെ പ്രൈസ് നിശ്ചയിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എന്താണോ റേറ്റ്, മാർക്കറ്റ് റേറ്റ് എന്താണോ അതാണ് ഫേംസ് ഈടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ. പ്രൈസ് ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫേംസ് ഫിക്സ് ചെയ്യുന്നു. പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫേംസ് അല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് റേറ്റ് ഓൾറെഡി ഉള്ള മാർക്കറ്റ് റേറ്റിൽ അവർ വിൽക്കുന്നു എന്ന് മാത്രം. ഓൾറെഡി അതിന് എന്താണോ വില, അതിന് ആ വില ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ആ വിലയ്ക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ ഫേംസ് എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ള രീതിയിൽ നിന്നല്ല ഒരു രീതിയിലും ഒരു ഇൻഫ്ലുവൻസും വരുത്താൻ പറ്റില്ല. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ വീറ്റ്, കോണ്, റൈസ് അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ ഈ പറയുന്ന രീതിയിൽ ആ ഒരു മാർക്കറ്റിലേക്ക് ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് എൻ്ററും ചെയ്യാം, വളരെ ഈസി ആയിട്ട് എക്സിറ്റും ചെയ്യാം. വലിയ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കുന്നു. അതിനനുസരിച്ച് എങ്ങനെ ഈ പറയുന്ന ഫേംസ്, അതായത് ഈ പറയുന്ന മാർക്കറ്റിനെ അനുസരിച്ചാണ് ഫേംസിനെ ഈ പറയുന്ന മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യമായിട്ട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവൻ കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവിടെ മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്നുള്ളതല്ല, എല്ലാ ഫേംസും ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സാധിക്കില്ല. ഫേംസ് എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ദാറ്റ് മീൻസ് നിലവിലുള്ള പ്രൈസിനനുസരിച്ച് അവര് വിൽക്കുന്നു. ഇനി ഈ പറയുന്ന എക്സാമ്പിൾ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു അഗ്രികൾച്ചർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മാർക്കറ്റിലേക്ക് കയറുന്നതിനും എക്സിറ്റ് അടിക്കുന്നതിനും വലിയ രീതിയിലുള്ള ബാരിയേഴ്സോ അല്ലെങ്കിൽ ലീഗൽ ടെക്നോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഇനി രണ്ടാമത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊണോപോളി എന്ന് പറയും. മൊണോപോളി എന്ന് പറഞ്ഞാൽ കുത്തക എന്ന അർത്ഥത്തോടു കൂടിയാണ്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, എ സിംഗിൾ ഫേം ഡോമിനേറ്റ്സ് എ മാർക്കറ്റ് പ്രൊഡ്യൂസിങ് എ യുണീക് പ്രോഡക്റ്റ് വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഇന്ന ഒരു പ്രോഡക്റ്റ്, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു മാർക്കറ്റിൽ തന്നെ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഓക്കെ, അപ്പോ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കുമ്പോൾ പബ്ലിക് യൂട്ടിലിറ്റീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി. ഈ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് KSEB ആണ് നമുക്ക് തരുന്നത്. സോ അത് അവരുടെ ഒരു മൊണോപോളിയാണ്, അല്ലെ? മൊണോപോളിയാണ്. അപ്പോ നമുക്കിപ്പോ KSEBിൽ നിന്ന് വേണ്ട, നമുക്ക് അല്ലാതെ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ തക്കതായ രീതിയിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് ഇല്ലാതാരും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ കുത്തക ഉണ്ടാകും. ഓക്കെ, ഒരൊറ്റ ഫേം ആയിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഇവിടെ മെനി ബയേഴ്സും സെല്ലേഴ്സൊന്നുമില്ല. ഒരൊറ്റ സെല്ലർ ആയിരിക്കും. ആ ഒരു യുണീക്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ
അതേപോലത്തെ അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഒരൊറ്റ സെല്ലർ ആയിരിക്കും, ബയേഴ്സ് ഒരുപാടുണ്ടാവും. ഇനി ദ മോണോപോളിസ് സെറ്റ്സ് ദ പ്രൈസ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് സെറ്റ്സ് ദ പ്രൈസ് ആണ്, പ്രൈസ് ടേക്കിംഗ് അല്ല, പ്രൈസ് ഫിക്സിംഗ് ആണ്. ആൻഡ് ഔട്ട്പുട്ട് ലെവൽ ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് ടിപ്പിക്കലി റിസൾട്ട്സ് ഇൻ ഹയർ പ്രൈസസ് ആൻഡ് ലോവർ ഔട്ട്പുട്ട് കമ്പയർഡ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ KCB തന്നെ യൂണിറ്റിന് റേറ്റ് വെച്ച് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളോ KCBയെ നമുക്ക് ഖരാവ് അല്ല KCBയെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ KCBന് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരിടത്തു നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം തന്നെ നമുക്കില്ല. അപ്പോൾ അവരവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അതിന് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് സംഭവിക്കും അല്ലെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിഗ്നിഫിക്കന്റ് കൺട്രോൾ ഓവർ പ്രൈസ് ആണ്. ഓക്കെ, സിഗ്നിഫിക്കന്റ് കൺട്രോൾ ഓവർ പ്രൈസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എവരാണ്? അവിടെ പ്രൈസ് മേക്കർ എന്നുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ പറയുന്ന ഫേമിനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. അപ്പൊ ഈ ഒരു അറിയാലോ, നമുക്ക് ഇപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ കമ്പനീസ് വിത്ത് പാറ്റൻസ്, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഫേമിലൊക്കെ പാറ്റന്റ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മാർക്കറ്റിലേക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേഗത്തിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് ലീഗൽ മറ്റ് ടെക്നോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടത്തുമില്ല, എല്ലാവർക്കും അത് ഓപ്പണുമല്ല. അതുകൊണ്ട് തന്നെ ഹൈ ബാരിയർ ആണ്. അതായത് ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം, അവസാനത്തെ കാര്യം. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മെനി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. മോണോപോളിയുടെ കാര്യത്തിൽ മെനി ബയേഴ്സും സിംഗിൾ സെല്ലറുമായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാൽ മെനി ഫേംസ് sell identical products with no influence over the price. അതേസമയം മോണോപ്പൊളിയുടെ കാര്യത്തിൽ എന്താണ്, ഒരു സിംഗിൾ ഫേം sells a unique product with a significant control over price. മറ്റവിടെ പ്രൈസ് ടേക്കിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു പ്രൈസ് ഫിക്സിംഗ് ആണ്. ലൈക്ക് അവർക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇതിലേക്ക് നിന്നേ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എൻട്രിയും എക്സിറ്റും ഒക്കെ വളരെ ഈസിയാണ്. അതേസമയം മോണോപോളി സംഗതിയിൽ എൻട്രി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം ലീഗൽ കോംപ്ലിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ, പേപ്പർ വർക്ക്സ് ഒക്കെ, കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഓപ്പണും അല്ല എല്ലാ ഫീൽഡും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മൂന്നാമത്തെ മാർക്കറ്റ് സ്ട്രക്ചറാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് പേരിൽ തന്നെയുണ്ട് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിക്കും ഇടയിലുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു ക്ലബിങ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കിയാലോ. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? സോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. എ ടൈപ്പ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യുവർ മോണോപോളി. ഇവിടെ മെനി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ വരുന്നത്. ഇനി കമ്പനീസ് ഇൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ യൂസ് പ്രൈസിംഗ് ആൻഡ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ടു കോമ്പീറ്റ്.
അതായത് ഈ മോണോപോളിസ്റ്റിക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആ ഒരു കോമ്പറ്റീഷന്റെ കാര്യത്തിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമല്ല. എന്നാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസിംഗ് ഒരു ഘടകമാണ്. മാത്രമല്ല മെനി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസും അവർ കൊണ്ടുവരികയും ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഇതിന് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രൈസിങ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ബ്രാൻഡിങ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമല്ല ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ എടുക്കുന്ന മാർക്കറ്റ് സ്ട്രാറ്റജി, നമ്മൾ എടുക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്. സോ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിന് കൂടുതൽ വില ഈടാക്കാൻ സാധിക്കും. ആണോ അല്ലയോ? അല്ലാത്ത അവസരങ്ങളിൽ എന്താ സംഭവിക്കുക? അല്ലാത്ത അവസരങ്ങളിൽ മെനി സെല്ലേഴ്സ് ഉണ്ട്, ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അവിടെ വിൽക്കുന്നതെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രൈസ് ഫിക്സിംഗ് ഇല്ല. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് ഫിക്സിംഗ് അല്ല, പ്രൈസ് ടേക്കിംഗ് തന്നെയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ടേക്കിംഗ് തന്നെയാണ്. കാരണം മെനി സെല്ലേഴ്സ് ഉണ്ട്, അവർക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ വിൽക്കാം. ഇവിടെ ഒരു മോണോപോളിയുള്ള ഒരു പ്രോഡക്റ്റും ഇവിടെ വരുന്നില്ല. ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് വിൽക്കുന്നത്. മാർക്കറ്റിൽ നിലവിലുള്ള വില തന്നെയാണ് അവർ ഈടാക്കുന്നത്. പക്ഷേ ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നം വരുമ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സാധനത്തെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസ് ഉയർന്നു തന്നെ നിൽക്കും, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ചില പാത്രങ്ങൾക്ക് കുറഞ്ഞ വിലയായിരിക്കും. അതേസമയം അലൂമിനിയം അങ്ങനെ പോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ എടുക്കുമ്പോഴേക്കും ലോക്കൽ മാർക്കറ്റ് വിലയിൽ നിന്നും ബ്രാൻഡഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു വിലയുണ്ട്, ആ വില അവർ ഈടാക്കുന്നുമുണ്ട്. ബ്രാൻഡ് അല്ലാത്ത ലോക്കൽ സാധനങ്ങൾക്ക് എന്താണോ താഴെത്തട്ടിലുള്ള നിലവിലെ മാർക്കറ്റ് വില അതും ഈടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന രീതിയിൽ പ്രൈസിങ് മാത്രമല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ബ്രാൻഡിങ്ങും ക്വാളിറ്റിയും എല്ലാം ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട്. മാത്രമല്ല സം കൺട്രോൾ ഓവർ പ്രൈസിങ് ആണ്. ഞാൻ പറഞ്ഞു, പ്രൈസ് മേക്കേഴ്സ് ആണ് ഇവിടെ വരുന്നത് കൂടുതലായിട്ട്. ഓക്കെ, ബ്രാൻഡിങ് സംഗതികളിലേക്ക് വരുമ്പോഴേക്കും ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രൈസിങ്ങിനെ കൂടി വരും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. സാധാരണ രീതിയിൽ ലോക്കൽ സാധനങ്ങൾക്കാണെങ്കിൽ നിലവിലെ മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. അല്ല, ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ കൂടുന്തോറും വിലയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രൈസിങ്ങിൽ ഒരു കൺട്രോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലോ ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. അതായത് വലിയ രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, തടസ്സങ്ങൾ വളരെ കുറവാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒട്ടുമേ തടസ്സമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ചെറിയ രീതിയിലുള്ള പേപ്പർ വർക്കുകളും ഒക്കെ വേണം. കാരണം റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നൊക്കെ ലൈസൻസ് എടുക്കണം. ക്ലോത്തിങ് ബ്രാൻഡ്സ്, അതുപോലെ തന്നെ ഗ്രോസറി സ്റ്റോഴ്സ്, കൺസ്യൂമർ ഗുഡ്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിക്കും ഇടയിലുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. രണ്ടിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ക്ലബ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇവിടെ മെനി ബയേഴ്സും ഉണ്ട്, മെനി സെല്ലേഴ്സും ഉണ്ട്. മെനി സെല്ലേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മോണോപോളി വരുന്നില്ല. ഐഡന്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, സിമിലർ സാധനങ്ങൾ തന്നെയാണ് വിൽക്കുന്നത്.
ലോക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നിലവിലെ മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ച് ഈടാക്കുന്നുണ്ട്. ബ്രാൻഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിങ് മാത്രമല്ല, ബ്രാൻഡും ക്വാളിറ്റിയും കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന പ്രോഫിറ്റുകൾ കൂടുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സം കൺട്രോൾ ഓവർ പ്രൈസിങ് ആണ്, മൊത്തത്തിലുള്ള കൺട്രോൾ അല്ല. കാരണം ലോക്കൽ സാധനങ്ങൾക്ക് ലോക്കൽ വില, നിലവിലെ വില തന്നെയാണ് അവിടെ വാങ്ങുന്നത്. കാരണം ഒരുപാട് സെല്ലേഴ്സും ഉണ്ട് എന്നതാണ്. മാത്രമല്ല ഈ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒരു ബാരിയറും ഇല്ല. മോണോപ്പൊളി ആണെങ്കിൽ ഭയങ്കര ബാരിയർ ആണ് എൻട്രിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആണ്. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഇടയിൽ നിൽക്കും. വലിയ മീൻസ് ഒരു എന്താ പറയുക, അത്ര വലിയ കാഠിന്യമല്ല ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. കുറച്ച് പേപ്പർ വർക്ക്സും ലീഗൽ ഇതൊക്കെ ഉണ്ടാവും. റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ ഫുഡ് സേഫ്റ്റിയുടെ ഒക്കെ പിന്നെ കോർപ്പറേഷനിൽ ഒക്കെ ഉള്ള ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ക്ലോത്തിങ് ബ്രാൻഡ്സ്, ഗ്രോസറി സ്റ്റോഴ്സ്, കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി വരുന്നത് ഒലിഗോപോളി ആണ്. ഒലിഗോപോളി അതായത് എ ഫ്യൂ ലാർജ് ഫേംസ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്, ഓഫൻ പ്രൊഡ്യൂസിങ് സിമിലർ ഓർ ഐഡന്റിക്കൽ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെല്ലർ ഒരു യുണീക്ക് പ്രോഡക്റ്റ് വിൽക്കുന്നു, അതിന് യാതൊരുവിധ സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. അവർ പറയുന്നത് തന്നെയാണ് വില എന്ന് പറയുന്നത്. സോ ആ ഒരു സിംഗിൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു സിംഗിൾ സെല്ലർ തന്നെയാണ്, അതിന് യാതൊരുവിധ സബ്സ്റ്റിറ്റ്യൂഷനും ഇല്ല. എന്നാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയും ഒരു തരത്തിൽ ഒരു കുത്തക തന്നെയാണ്, ഒരു ഡോമിനേഷൻ തന്നെയാണ്. പക്ഷെ അത് ഒരു സിംഗിൾ വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ അല്ല, പകരം ഒരു ഗ്രൂപ്പായിട്ട് വരികയാണ്. ഫേംസ് ആർ ഇന്റർഡിപെൻഡന്റ്. ദ ആക്ഷൻസ് ഓഫ് വൺ ഫേം ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദി അതേഴ്സ് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എയർലൈൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്. ഇപ്പോൾ നമുക്ക് ജനുവരി 1, 2025 മുതൽ നമ്മുടെ ഈ പറയുന്ന കാറുകൾക്കൊക്കെ 3%, കാറുകളുടെ വിലയിൽ 3% വർധനവുണ്ടായി. എല്ലാ കാറുകളും, എല്ലാ അത്യാവശ്യം പാസഞ്ചർ കാർ നിർമ്മാതാക്കളും 3% ആണ് കൂട്ടിയിരിക്കുന്നത്. 3%. ഓക്കെ, സോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. 3% ഇൻക്രീസ് അവരുടെ കാർ വിപണിയിൽ കൊണ്ടുവന്നു ജനുവരി 1, 2025 മുതൽ. അപ്പോൾ മാരുതി ഒരു തീരുമാനം എടുക്കുകയാണ്, നമ്മുടെ കാറിന് ഈ പറയുന്ന 3% ഇൻക്രീസ് ഇല്ല, നമ്മുടെ കാറിൽ ഇൻക്രീസേ വരുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, മാരുതി എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ടും ടൊയോട്ടയ്ക്കും ഹുണ്ടായിക്കും തലവേദന ഉണ്ടാക്കും. കാരണം ടൊയോട്ടയും ഹുണ്ടായും ഒക്കെ 3% ഇൻക്രീസ് ചെയ്തിട്ട് മാരുതി കൺസ്യൂമേഴ്സിനോടൊപ്പം നിൽക്കുക. എന്തിനാ? സ്വാഭാവികമായിട്ടും മാരുതിയിലേക്ക് കൂടുതൽ ആൾക്കാർ കയറി ചെല്ലും. വില കുറവ്, മാരുതി വില കൂട്ടിയിട്ടില്ല, മാരുതി കാർ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പൊ മാരുതി എടുത്ത തീരുമാനം ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫീൽഡിലുള്ള മറ്റ് ഫേംസിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്നതല്ല, എല്ലാവർക്കും ആ ഒരു എല്ലാവരും ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല, അല്ലേ? സോ ഒരു ഫ്യൂ ഫേംസ് മാത്രമാണ് അവിടെ ഉള്ളത്. എയർലൈൻസ്, ഇൻഡിഗോ ഈ പറയുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഒരു 50% റിഡക്ഷൻ ഇൻഡിഗോ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എയർ ഇന്ത്യ വിട്ടിട്ട് ഇൻഡിഗോയിൽ കയറി പറക്കും, അല്ലേ? അപ്പൊ അത് എയർ ഇന്ത്യയെ ബാധിക്കും. ഇനി ടെലികമ്മ്യൂണിക്കേഷൻസ് നോക്കിയേ, ജിയോയുടെ മേലെ ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. കാരണം ജിയോ മാർക്കറ്റിംഗ്, അതായത് ജിയോയുടെ ഭാഗത്ത് നിന്നും കാര്യമായിട്ടുള്ള ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ജിയോയുടെ മാർക്കറ്റിംഗ് രീതികൾ മറ്റ് കമ്പനികളെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജിയോ ഫ്രീ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ തുച്ഛമായ രൂപയ്ക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ 1 GB ഒരു ദിവസം നൽകാമെന്നുള്ള ഒരു ഓഫറുമായിട്ട് ആദ്യകാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ജിയോയുടെ പിറകെ പോയി. അന്നേരം ഈ പറയുന്ന എയർടെൽ വന്നുണ്ടായിരുന്ന ഐഡിയയും വോഡാഫോണും ഒക്കെ എന്ത് ചെയ്തു? അവരുടെ ഓഹരി വിപണിയിൽ തന്നെ അവർ തകർന്നടിഞ്ഞു, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഒളിഗോപോളി വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എയർലൈൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 വിവിധ തര മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി പോവാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഈ പറയുന്ന 4 മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതൊരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. കാരണം മോണോപോളിയുടെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഒളിഗോപോളി എന്ന് പറയുന്നത് മോണോപോളിയുടെ വേറൊരു മോണോപോളി നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ കുത്തകയാണെന്ന് നമ്മൾ പഠിച്ചു. ഒരൊറ്റ സെല്ലറെ അവിടെ കാണത്തുള്ളൂ. ഇവിടെ FU സെല്ലേഴ്സ് ഉണ്ടാവും. FU കുറച്ചും കൂടി സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അവർ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ ഇൻഡിഗോ എയർലൈൻസ്, എയർ ഇന്ത്യ എയർലൈൻസ് അങ്ങനെ വരുന്നുണ്ടല്ലോ. ശരി. മാത്രമല്ല ഇവിടെ ഫേംസ് ആണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഒളിഗോപോളിയിലാണ് ഒരു കൃത്യമായിട്ടുള്ള പ്രൈസ് ഫിക്സിങ് ഇവിടെ കയറി വരുന്നുണ്ട്. കാരണം ഈ എയർലൈൻസ്, എയർ ടിക്കറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആരാണ്? എയർലൈൻസുകാർ തന്നെയാണ് ഈ എയർ ടിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. ടാറ്റയാണ് അവരുടെ കാർ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവർ പ്രൈസ് ഫിക്സേഴ്സ് ആണ്. മാത്രമല്ല ഹൈ ബാരിയേഴ്സ് ടു എൻട്രി ആണ്. ഈ ഒരു നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് കയറി എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ചെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്താണ് നമ്മൾ പഠിച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ? ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് എത്രത്തോളം നമ്മുടെ ഫേംസിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. എന്താണെന്ന് നോക്കാം. പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ കൺസ്യൂമേഴ്സ് ഈക്വൽസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും എന്താണ് ഈക്വലായി വരുന്ന ഒരു സംഗതിയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. റിസൾട്ടിങ് ഇൻ എ സ്റ്റേബിൾ മാർക്കറ്റ് കണ്ടീഷൻ വേർ ദർ ഈസ് നൈദർ എ സർപ്ലസ് നോർ എ ഷോർട്ടേജ് ഓഫ് ദി ഗുഡ് ഓർ സർവീസ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ കൺസ്യൂമേഴ്സ് ഈക്വൽസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും. നമുക്ക് ഒരു കർവ് ഉണ്ട്. നമുക്ക് അതർ സ്റ്റേറ്റിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് Y ആക്സിസിലും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് X ആക്സിസിലും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിമാൻഡ് സപ്ലൈ കർവ് ഇങ്ങനെ ആയിരിക്കും. ആ ഡിമാൻഡ് സപ്ലൈ കർവ് വന്ന് യോജിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. ആ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസസ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഈക്വൽസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെ വരുമ്പോഴേക്കും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. സോ യാതൊരു രീതിയിലുള്ള സർപ്ലസോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഷോർട്ടേജോ അവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റ്, ഒരു ടേം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാർക്കറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം അറ്റ് ദ പ്രൈസ് വെയർ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ഇന്റർസെക്ട്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കർവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ദ പ്രൈസ് എന്ന് പറയുന്നത് Y ആക്സിസിലും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് X ആക്സിസിലും ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ് വരുന്നത്. ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിൽ യോജിക്കുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ ഈ പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു മാർക്കറ്റിൽ യാതൊരുവിധ സർപ്ലസ് പ്രൊഡക്ഷനോ യാതൊരുവിധ ഷോർട്ടേജോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി നമുക്ക് 2 പോസിബിലിറ്റീസും കൂടെ പഠിക്കണം. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് നോ സർപ്ലസ്, നോ ഷോർട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലാണെന്ന് വിചാരിക്കുക.
മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റീസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആ രണ്ട് പോസിബിലിറ്റീസും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം. വാട്ട് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് എബവ് ദി ഇക്വിലിബ്രിയം പ്രൈസ്? വാട്ട് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് ബിലോ ദി ഇക്വിലിബ്രിയം പ്രൈസ്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. സോ മാർക്കറ്റ് പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിന് മേലെ ആകുമ്പോഴേക്കും പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ മോർ ദാൻ കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു ബൈ. ദാറ്റ് മീൻസ് ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ടു എലിമിനേറ്റ് ദ സർപ്ലസ്, ഈ ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് മേ ലോവർ പ്രൈസസ് വിച്ച് ഇൻക്രീസസ് ഡിമാൻഡ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് അധികമായിട്ട് സപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത് വാങ്ങാൻ അല്ലെങ്കിൽ അതിനോട് വലിയ ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു ഘട്ടം ഉണ്ടായി. അങ്ങനെ വരുമ്പോഴാണല്ലോ സർപ്ലസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കാൻ കൊണ്ടുവന്നു, ആളുകൾക്ക് വലിയ താല്പര്യമില്ല. ദാറ്റ് മീൻസ് വളരെ ഡിമാൻഡ് കുറവാണ്. അങ്ങനെ ഇരിക്കെ എന്ത് സംഭവിച്ചു? സർപ്ലസ് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡിമാൻഡിനേക്കാളും വലുതായി സപ്ലൈ, അതുകൊണ്ട് ഇവിടെ സർപ്ലസ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സർപ്ലസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ കുറയ്ക്കും. പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കുമ്പോഴേക്കും ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ പിന്നെ അതും അന്വേഷിച്ച് അല്ലെങ്കിൽ അത് എടുക്കാമെന്നുള്ള രീതിയിൽ വരും, അല്ലെ? അത്തരത്തിൽ നമുക്ക് സപ്ലൈ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാനും സാധിക്കും. ദാറ്റ് മീൻസ് അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഘട്ടം എത്തുമ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരും. ഇനി അത് മാത്രമല്ല, ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് ബിലോ ദ ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയാണ് നിൽക്കുന്നത്, അതായത് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് മോർ ദാൻ പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ് ടു സപ്ലൈ. അതായത് ഇവിടെ ഡിമാൻഡാണ് സപ്ലൈയേക്കാളും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ അടുത്തൊരു പോയിന്റ് നിങ്ങൾ വായിക്കാതെ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വാഭാവികമായിട്ടും ഒരു പ്രോഡക്റ്റിന്മേലുള്ള ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ആ സാധനത്തിന്റെ സപ്ലൈ ഒരു ലിമിറ്റഡ് സപ്ലൈ ആണ്. സാധനത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഒടുക്കം നമ്മൾ ഈ പറയുന്ന ഷോപ്പിംഗ് മാർക്കറ്റിൽ പോയപ്പോഴേക്കും ആ സാധനം കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ടേജിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിഹാരമായി നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും നിലവിൽ ഉള്ള സാധനങ്ങളുടെ, അതായത് ലിമിറ്റഡ് സപ്ലൈയിൽ ഇറക്കിയിരിക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് അങ്ങ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ വിചാരിക്കും ഇതിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട, ഇതിപ്പോൾ എടുക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ഡിമാൻഡ് ഒന്ന് കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴേക്കും ഈ പറയുന്ന ഷോർട്ടേജിനെ കവർ ചെയ്യാനും നമുക്ക് സാധിക്കും, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് പോസിബിലിറ്റീസ് നമ്മൾ നോക്കിക്കൊള്ളണം. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്, എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത മാർക്കറ്റ് ആണ്. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ. ദാറ്റ് മീൻസ് നോ സർപ്ലസ്, നോ ഷോർട്ടേജ്. ഈ മാർക്കറ്റ് പ്രൈസ് ഇക്വിലിബ്രിയം പോയിന്റിൽ മേലെ വരുമ്പോഴേക്കും അവിടെ സർപ്ലസ് ആണ് സംഭവിക്കുക. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിന്റെ പ്രൈസ് ലോവർ ചെയ്യും. നേരെ തിരിച്ചു വരുമ്പോഴേക്കും ബിലോ ദ ഇക്വിലിബ്രിയം, ഷോർട്ടേജ്, ഡിമാൻഡ് ആണ് അവിടെ കൂടുതൽ, ഷോർട്ടേജ് സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വാട്സപ്പ് ഇതൊക്കെ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യണം കേട്ടോ. ചുമ്മാ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശല്യം ചെയ്യരുത്. ദയവ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശല്യം ചെയ്യരുത്. നിങ്ങൾ എന്താ ഇത് ആപ്പിനുള്ളിൽ നോക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ അയച്ചു തന്നില്ലേ? മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിൽ വന്നില്ലേ? കൊച്ചു പിള്ളേരെ പോലെ ചോദിക്കല്ലപ്പാ. ഇനി ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, അതെന്താണ് ടേം നോക്കാം. Process by which firms decide the quantity of goods or service to produce, aiming to maximize their profits given the cost of production and prevailing market prices. അതാണ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഗെയിം തിയറി അതിന്റെ ആപ്ലിക്കേഷനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഏതൊരു തിയറിയിലും അസംഷൻ ഉണ്ടാവും. അപ്പോൾ ഗെയിം തിയറിയുടെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അസംഷൻ തന്നെയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ദാറ്റ് സ്റ്റഡീസ് സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ്. റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് കൃത്യമായി അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സംഗതിയാണ് റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ തോന്നിയ പോലെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരല്ല. അവർ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തോ അനലൈസ് ചെയ്തോ അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ റാഷണൽ ഡിസിഷൻ മേക്കേഴ്സിന്റെ ഇന്ററാക്ഷൻസ്, അവരെടുക്കുന്ന തന്ത്രപരമായ സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗെയിം തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഗെയിം തിയറിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇൻഡിവിജ്വൽസ്, ഫേംസ് ഓർ അതർ എൻറ്റിറ്റീസ് മേക്ക് ഡിസിഷൻസ് വെൻ ദെയർ ചോയ്സ് അഫക്ട് ഈച്ച് അതർ. ഓക്കെ, അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ജോൺ വൺ ന്യൂമാൻ അതുപോലെ തന്നെ ഓസ്കാർ മോർഗൻസ്റ്റേൺ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് 1940-കളിൽ ഇത്തരത്തിലൊരു ഗെയിം തിയറി ആദ്യമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോൺ നാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷന് 1994-ൽ നൊബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഗെയിം തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റുകളിൽ ഒന്നാണ്. ഓക്കെ, സോ ഗെയിം തിയറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ റാഷണൽ ഡിസിഷൻ മേക്കേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് അസംഷൻ തന്നെ അതാണ്. എല്ലാതരം ഡിസിഷൻ മേക്കേഴ്സ് അല്ല, റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. സോ അവർക്ക് അറിയാം, അവരെടുക്കുന്ന ഡിസിഷന്റെ വരുംവരായകൾ അറിയാം. മനസ്സിലായോ? സോ അവരുടെ ആ ഒരു സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഗെയിം തിയറി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിം തിയറിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻസ് വായിച്ചു പോയാലും മതി, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 1 എന്ന് പറയുന്നത്, ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒളിഗോപോളി ആൻഡ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണ്. Game theory is used to model the behavior of firms in oligopolistic markets where a few firms dominate the market. അതായത് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റുകളിൽ ഫേംസിന്റെ രീതികൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെയിം തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം വൈ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ ഫേംസ് എടുക്കുന്ന തീരുമാനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിം തിയറി അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഒളിഗോപോളിസ്റ്റിക് ഫേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എ ഫ്യൂ ഫേംസേ ഉള്ളൂ. അവര് ആ ഒരു മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഐഡന്റിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കാം, എയർലൈൻ, ടെലികമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. പക്ഷെ അവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്, ഒരാൾ എടുക്കുന്ന ഡിസിഷൻ മറ്റൊരാളെയും കൂടി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്കും ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, രണ്ട് ചോയ്സ് ഉണ്ട്. എയർലൈനിന്റെ ടിക്കറ്റ് റേറ്റിൽ കാര്യമായ ഡിസ്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, ഒരു ഫേമിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫേംസിന് രണ്ട് ചോയ്സ് ഉണ്ട്. എപ്പോഴും നമുക്ക് രണ്ട് ചോയ്സിൽ നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത്. ചോയ്സ് കോൺഫ്ലിക്ട്സ് ആണ് ഇവിടെ വരുന്നത്. ഒന്നുകിൽ എയർലൈൻ ടിക്കറ്റിൽ 50% റിഡക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ 50% ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇതാണ് രണ്ട് ചോയ്സ്. ഇതൊരു റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. 50% ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് അയാൾ അത് ചെയ്യാൻ മുതിരുക. 50% ഇൻക്രീസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ അത് ചെയ്യാൻ പോവുക. ഇൻഡിഗോ 50% ഡിസ്കൗണ്ട് നൽകി തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും അത് എയർ ഇന്ത്യയും മറ്റ് സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് തന്നെ ഗെയിം തിയറി ഒളിഗോപോളിസ്റ്റിക് ആൻഡ് മാർക്കറ്റ് കോമ്പറ്റീഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രിസണേഴ്സ് ഡെലമ. പ്രിസണേഴ്സ് ഡെലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു വിഷമം, ആ ഒരു അർത്ഥത്തോടു കൂടിയാണ്. ലൈക്ക് എന്ത് എടുക്കണം,
എന്ത് തീരുമാനം എടുക്കണം എന്ന ഒരു വിഷമത്തോടു കൂടി ഇതൊരു പ്രിസണേഴ്സ് ഡെലമ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്കണോമിക് ടേംസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് ടേം ആണ്. ലൈക്ക് നമുക്ക് ഇപ്പോൾ ജയിലിൽ ഒരു പ്രതിയുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി വന്നു. പ്രതിക്ക് നമ്മൾ രണ്ട് ചോയ്സ് കൊടുക്കുകയാണ്. ഒന്നുകിൽ നീ ചെയ്ത ക്രൈം കൺഫസ് ചെയ്യുക, അല്ലെങ്കിൽ നീ സൈലന്റ് ആയിട്ടിരിക്കുക. ഈ രണ്ട് ചോയ്സ് ഉണ്ട്. അവൻ ചെയ്ത ക്രൈം അവൻ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം അവന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കും. അവൻ സൈലന്റ് ആയി കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതും അവന് നല്ല നിശ്ചയമുണ്ട്. സോ അവൻ ഇതിൽ ഏത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ വിഷമത്തിലാണ്. അതാണ് പ്രിസണേഴ്സ് ഡെലമ എന്ന് പറയുന്നത്. എക്കണോമിക്സിലേക്ക് വരുമ്പോഴേക്കും ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ടു റാഷണൽ ഇൻഡിവിജ്വൽസ് മൈറ്റ് നോട്ട് കോഓപ്പറേറ്റ് ഈവൻ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യക്തികൾ ബിസിനസ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ, ഓക്കെ, അവർക്ക് ഒന്നുകിൽ പരസ്പരം സഹകരിക്കാം, അല്ലെങ്കിൽ മാറി നിന്ന് വെടിയുതിർക്കാം. കളക്റ്റീവായിട്ട് നിന്നാൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അവർക്ക് നന്നായിട്ട് അറിയാം. വെവ്വേറെ മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തായിരിക്കുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഘട്ടമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് എക്കണോമിക്സിലെ പ്രിസണേഴ്സ് ഡെലമ എന്ന് പറയുന്നത്. സോ പ്രിസണേഴ്സ് ഡെലമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഗെയിം തിയറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ടു സിറ്റുവേഷൻസ് ലൈക്ക് പ്രൈസ് വാർസ് ബിറ്റ്വീൻ ഫേംസ് വേർ ബോത്ത് ഫേംസ് ലോവറിംഗ് പ്രൈസസ് ലീഡ്സ് ടു ലോവർ പ്രോഫിറ്റ്സ് ഫോർ ബോത്ത്. ഇനി അടുത്തത് ഓപ്ഷൻസ് ആണ്. Game theory helps analyze bidding strategies in different types of auctions. Sealed auctions, English auctions എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്, നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ എടുക്കേണ്ട ബിഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഗെയിം തിയറി യൂസ് ചെയ്യുന്നുണ്ട്. ബാർഗെയിനിങ് ആൻഡ് നെഗോസിയേഷൻ. ഗെയിം തിയറി മോഡൽസ് ഹൗ പാർട്ടീസ് നെഗോഷിയേറ്റ് ഓവർ ദി ഡിവിഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വേജ് നെഗോസിയേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ബാർഗെയിനിങ് ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബാർഗെയിനിങ് നെഗോസിയേഷൻ എന്ന് പറയുന്നത് സാലറി വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിം തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേർണലിറ്റീസ് ആൻഡ് പബ്ലിക് ഗുഡ്സ്. എക്സ്റ്റേർണലിറ്റീസ് ആൻഡ് പബ്ലിക് ഗുഡ്സ് ഞാൻ ആദ്യം അത് എന്താണെന്ന് വായിക്കാം. ഗെയിം തിയറി എക്സ്പ്ലെയിൻസ് വൈ ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് might underinvest in public goods or overproduce negative externalities. അപ്പൊ ഗെയിം തിയറി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ത്? എക്സ്റ്റേർണലിറ്റീസും പബ്ലിക് ഗുഡ്സിന്റെ കാര്യത്തിൽ. പബ്ലിക് ഗുഡ്സിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേംസ് ഒക്കെ പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ പബ്ലിക് അമ്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പബ്ലിക് അമ്യൂണിറ്റീസിലും പബ്ലിക് ഗുഡ്സിലൊക്കെ ഒരുപാട് പേര് ഇൻഡിവിജ്വൽസ് നമ്മളൊക്കെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചുമ്മാ ഒരു പബ്ലിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് നാട്ടിലൊരു ശൗചാലയം കെട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ആരെങ്കിലും 10,000 രൂപയോ 50,000 രൂപയോ വോളണ്ടറി ആയിട്ട് കൊടുക്കാൻ വരുന്നുണ്ടോ? ഇല്ല. ഫേംസ് ആണെങ്കിൽ അവർ വോളണ്ടറി ആയിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങോട്ട് സമീപിച്ചാൽ 10,000 രൂപ കിട്ടുമായിരിക്കും. അണ്ടർ ഇൻവെസ്റ്റ്മെന്റ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് സംഭവിക്കുന്നു? സെക്കൻഡ്ലി, ഓർ ഓവർ പ്രൊഡ്യൂസ് നെഗറ്റീവ് എക്സ്റ്റേർണലിറ്റീസ്. എന്തുകൊണ്ട് അധികമായിട്ട് നെഗറ്റീവ് എക്സ്റ്റേർണലിറ്റീസ് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠനം നടത്തുന്നുണ്ട്. ഗെയിം തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ്റ്റേർണലിറ്റീസ് എന്ന് പറയുന്ന രണ്ട് തരം എക്സ്റ്റേർണലിറ്റീസ് ഉണ്ട്. ഒരു ഫേമിന്റെ കാര്യത്തിൽ പോസിറ്റീവ് എക്സ്റ്റേർണലിറ്റീസ് എന്ന് പറയുന്നത് ആ ഒരു ഫേമിന് കിട്ടുന്ന ഫണ്ടിങ് പോസിറ്റീവ് എക്സ്റ്റേർണലിറ്റി ആണ്. ഫേമിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ രാജ്യത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടാവും. PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പറയുന്ന നാഷണലൈസ്ഡ് ബാങ്ക്, ഈവൻ പ്രൈവറ്റ് ബാങ്ക്സിന് പോലും സെക്യൂരിറ്റി സംവിധാനമുണ്ട്, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടിങ് ഉണ്ട്. അതെല്ലാം പോസിറ്റീവ് എക്സ്റ്റേർണലിറ്റീസ് ആണ്.
നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് എന്ന് പറയുന്നത് പൊല്യൂഷനാണ്. ഇപ്പോൾ ഫേംസിന്റെ കാര്യത്തിലാണെങ്കിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, വാട്ടർ പൊല്യൂഷൻ ആയിക്കോട്ടെ. നമ്മുടെ ഇൻഡിവിജ്വലിന്റെ കാര്യത്തിലാണെങ്കിൽ നോയിസ് പൊല്യൂഷൻ നമ്മളും ചെയ്യുന്നുണ്ട്, പല രീതിയിലും എയർ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ നമ്മളും കാരണമാവുന്നുണ്ട്. ഡിഫോറസ്റ്റേഷൻ, വനങ്ങൾ വെട്ടി നിർത്തുക, അതൊക്കെ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ആണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഈ പറയുന്ന പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ പബ്ലിക് അമ്യൂണിറ്റീസിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കാര്യമായ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിന് ഗെയിം തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഗെയിം തിയറിയും അതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അടുത്തൊരു സെഷനിൽ നമുക്ക് മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് സന്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിക്കോളൂ. വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട രീതി, വാട്സാപ്പ് അഡ്മിന് മെസ്സേജ് അയക്കേണ്ടത് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കോൾസ് ചുമ്മാ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം നഷ്ടപ്പെടുക ഇത് കാരണം. കേട്ടോ, ശരി, താങ്ക് യു. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ അല്ലേ? സോ ഈ ആഴ്ച നമുക്ക് എക്കണോമിക്സ് ക്ലാസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ശരി, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. ഉടനെ തന്നെ നമുക്ക് നാഷണൽ ഇൻകവും അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ എക്കണോമിക്